പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ 13 വയസ്സുകാരെ പീഡിപ്പിച്ച പ്രതി അറസ്റ്റിൽ. തണ്ണിത്തോട് സ്വദേശി അഖിലാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ കാണാതായിരുന്നു. അമ്മൂമ്മയുടെ പരാതിയിൽ പോലീസ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടി അഖിലിനൊപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. പത്തനംതിട്ടയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതികളുമായി പോലീസിന്റെ തെളിവെടുപ്പ് അല്പസമയത്തിനകം ഉണ്ടാകും. 10 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. 62 പേർ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നാണ് പെൺകുട്ടിയുടെ മൊഴി പുറത്തുവന്നത്. പോക്സോ നിയമം കുട്ടികളുടെ സംരക്ഷണത്തിനും അവരെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് പരിരക്ഷിക്കുന്നതിനുമായി ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയ ഒരു പ്രധാന നിയമമാണ്. 2012 ഈ നിയമം നിലവിൽ വന്നത്. കൂടാതെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ലക്ഷ്യമാക്കി നടക്കുന്ന എല്ലാ തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കും കർശനമായ ശിക്ഷ നൽകുന്നതിനാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. പോക്സോ നിയമത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നിയമപരമായ പ്രതിരോധങ്ങളെക്കുറിച്ചും കൂടുതൽ വിശദീകരിക്കുന്നതിനായി അഡ്വക്കേറ്റ് അനഘ ആറുമായി നമുക്ക് സംസാരിക്കാം. എന്താണ് പോക്സോ നിയമം? പോക്സോ നിയമം എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് നമ്മൾ പറയുന്നത്. ഇന്ത്യയിൽ 2012 ഈ ഒരു ബില്ല് പാസ്സാക്കിയത്, ഒരു ആക്ട് വന്നത്. കുട്ടികൾക്കെതിരെയുള്ള, അതായത് 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കും എതിരെ അതിനൊരു നിയമ നടപടി എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോക്സോ ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. അതുകൂടാതെ തന്നെ കുട്ടികൾക്കെതിരെ ലൈംഗിക ചൂഷണങ്ങൾ നേരിടുന്ന കുട്ടികൾക്കും അവർക്കൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലും ആ കുറ്റവാളികൾക്കെതിരെയുള്ള ഒരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിലും ഇതിനെ കണക്കാക്കുന്നു. എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പോക്സോ ആക്ട് എങ്ങനെയാണ് കുട്ടികളെ ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത്? ഈ ഒരു ആക്ട്, ആ ഒരു പോക്സോ ആക്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ആ ഒരു അതിക്രമങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അതിൽ നിർവചിക്കുന്നുണ്ട്. പിന്നെ അതിലെ പണിഷ്മെന്റുകളെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോർട്ട് റൂം, അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആ ഒരു ഹെൽത്തിനെ, മെന്റൽ ഹെൽത്തിനെ ഒരു എംപവർമെന്റ് എന്നുള്ള രീതിയിലും ഈ ഒരു ആക്ട് പ്രവർത്തിക്കുന്നുണ്ട്. കൂടെ കുട്ടികളുടെ ഐഡന്റിറ്റി കൃത്യമായിട്ട് അതിനെ സംരക്ഷിക്കപ്പെടുന്നുമുണ്ട്. പോക്സോ ആക്ട് പ്രകാരം ആർക്കൊക്കെ എവിടെയൊക്കെ പരാതി കൊടുക്കാം? ഈ ഒരു ആക്ട് പ്രകാരം അതിക്രമം നേരിട്ട കുട്ടി, അതിപ്പോൾ ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം, ഈ കുട്ടികൾക്ക് പരാതി കൊടുക്കാം നേരിട്ട്. കൂടാതെ തന്നെ അവരുടെ പാരൻസിന് കൊടുക്കാൻ പറ്റും. പിന്നെ അവരുടെ അധ്യാപകർക്ക്, ഈ ഒരു ഇങ്ങനെ ചൂഷണം നടന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അധ്യാപകർക്ക്, കൂടാതെ തന്നെ അവരുടെ ഏതെങ്കിലും ഒരു ഡോക്ടേഴ്സിന് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ നിയമപ്രകാരം ഇന്ത്യയിലെ ഏതൊരു ഇന്ത്യൻ പൗരനും ഈ ഒരു അതിക്രമം കണ്ടു കഴിഞ്ഞാൽ പരാതി കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. കൂടാതെ തന്നെ നമുക്ക് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ, നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഏതാണോ അവിടെ കൊടുക്കാൻ പറ്റും. ഒരു സ്പെഷ്യൽ ജുവനൈൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ പരാതി കൊടുക്കാൻ പറ്റും. പിന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, നമുക്കൊരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. അതായത് സമയപരിധി ഇല്ലാതെ തന്നെ ഈ ഒരു ടോൾ ഫ്രീ നമ്പർ, അതായത് 1098 എന്നുള്ളൊരു നമ്പറിൽ വിളിച്ചിട്ട് നമുക്ക് എപ്പോഴാണോ ഈ ഒരു അതിക്രമം കാണുന്നത് അപ്പോൾ പരാതി കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്. കുട്ടികൾ ചൂഷണത്തിന് വിധേയമാവുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ സ്കൂൾ അധികാരികൾ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത്? ആദ്യം തന്നെ കുട്ടിയുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ അവിടെ അടുത്തുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കാര്യം അറിയിക്കുക, ചൈൽഡ് വെൽഫെയർ സെല്ലിൽ അറിയിക്കുക, കുട്ടിയുടെ മാതാപിതാക്കളെ അറിയിക്കുക, അവരുടെ റിലേറ്റീവ്സിനെ, അങ്ങനെ ആരാണോ കുട്ടീനെ ഗാർഡിയനായിട്ടുള്ളത് അവരെ കാര്യം ഇൻഫോം ചെയ്യുക. കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള മെൻ്റൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കുക, അവരുടെ ഒരു ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ സ്കൂളിൽ നിന്നാണ് നേരിട്ടെന്നുള്ളെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണോ അതുണ്ടായത് അവരെ ആ നടപടികൾക്ക് എത്രയും പെട്ടെന്ന് വിധേയനാക്കുക എന്നുള്ളതാണ്. ഓക്കെ. കുട്ടിക്ക് പിന്നെ കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ ഒരു ആത്മവിശ്വാസം നമ്മൾ കൂട്ടുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പോക്സോ ആക്ടിന് കീഴിലുള്ള ശിക്ഷാ നടപടികൾ എന്തെല്ലാമാണ്? പോക്സോ ആക്ടിന് കീഴിൽ പ്രധാനമായിട്ട് 4 തരത്തിലാണ് ഒഫൻസുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് സെക്ഷൽ അസോൾട്ട്, പിന്നെ സെക്ഷൽ ഹറാസ്മെൻറ്റ്, പോണോഗ്രഫി. ഈ സെക്ഷൽ അസോൾട്ടിൽ തന്നെ 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടും അഗ്രസീവ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടും. ഇതിൽ തന്നെ ശിക്ഷാവിധികൾ വ്യത്യസ്തമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ തന്നെ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചും വിവിധ തരത്തിലുള്ള ശിക്ഷാവിധികളാണ് പോക്സോ നിയമപ്രകാരം പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ സെക്ഷൻ 4 പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണ് ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാവുന്നത് എന്നുണ്ടെങ്കിൽ 10 വർഷം വരെയുള്ള തടവ്, മിനിമം 10 വർഷം വരെയും മാക്സിമം ലൈഫ് ഇംപ്രിസൺമെന്റ് വരെയും, അതായത് ജീവപര്യന്തം വരെയാണ് പറയുന്നത്. അതുകൂടാതെ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഇത് നേരിടേണ്ടി വരുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് 20 വർഷത്തിൽ കുറയാതെയുള്ള തടവും, കൂടാതെ അത് ജീവപര്യന്തം വരെ ആവാം, കൂടാതെ പിഴയുമുണ്ട്. ഈ പിഴ കുട്ടികളുടെ
ഫെയർവെല്ലിന് വേണ്ടിയിട്ട്, അവരുടെ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അഗ്രസീവ് പെനിട്രേറ്റീവ് അസോൾട്ട് ആണെന്നുണ്ടെങ്കിൽ അത് ഡെത്ത് സെന്റൻസ് വരെ ശിക്ഷ പോകാവുന്നതാണ്. ഇത്രയാണ് മെയിൻലി ആയിട്ട് പറയുന്നത് പോക്സോ ആക്ടിൽ. കുട്ടികളാണ് സമൂഹത്തിൻ്റെ ഭാവി. അതിനാൽ അവരുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കുക എന്നത് നമ്മളെല്ലാവരുടെയും കടമയാണ്. വെളിച്ചത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ലോകത്ത് അവരെ സംരക്ഷിക്കേണ്ടത് ഒരു മഹത്തായ ഉത്തരവാദിത്തമാണ്. മാതാപിതാക്കൾ, അധ്യാപകർ, ഭരണകൂടം, നിയമവ്യവസ്ഥ എന്നിവരുടെ സംയുക്ത ശ്രമം കുട്ടികളെ ഏതു തരത്തിലുള്ള അക്രമത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ നിർണായകമാണ്. സമൂഹം കൂടുതൽ ജാഗ്രതയോടെ, സ്നേഹത്തോടെ, കരുതലോടെ കുട്ടികളെ വളർത്തിയെടുക്കുമ്പോഴാണ് അവർ ഭാവിയിലേക്കുള്ള ആത്മവിശ്വാസമുള്ള കുട്ടികളായി മാറുന്നത്. പോക്സോ പോലെയുള്ള നിയമങ്ങൾ ഈ സംരക്ഷണത്തിൻ്റെ ഔദ്യോഗിക മുഖമാണ്. എന്നാൽ ഒപ്പം സ്നേഹപൂർണമായ മനോഭാവം, അവബോധം, വിദ്യാഭ്യാസം എന്നിവയെല്ലാം പ്രതിരോധ ശക്തികൾ തന്നെ. കുട്ടികളുടെ തിളങ്ങുന്ന ഭാവിക്കായി അവരെ സംരക്ഷിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അണിചേരാം.